നമുക്കറിയാം, ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികളിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്നതായി കരുതപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരു ക്യാൻസറായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തായ ലഹരിക്കെതിരെ തുടങ്ങി വച്ചിരിക്കുന്ന ഒരു ക്യാമ്പയിൻ. ഇവിടെ ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. 3 വർഷമായി ജനം ടി വി ഈ ഒരു പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്നതിന് ഞാൻ ആദ്യം ജനം ടി വിയുടെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒന്ന് കൈയടിച്ചാലേ. തീർച്ചയായും നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ പറഞ്ഞതുപോലെ മയക്കുമരുന്നിന് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ നമ്മൾ തുടക്കം കുറിക്കേണ്ടത് ഈ മയക്കുമരുന്ന് ഒരു അപകടമാണെന്നുള്ളൊരു ബോധവൽക്കരണം സമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് തുടങ്ങേണ്ടത് നിങ്ങളെപ്പോലെയുള്ള ചെറു വിദ്യാർത്ഥി ജീവിതത്തിലേക്ക് പൊതുജീവിതത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത് നിങ്ങൾ സ്കൂളുകളിൽ പോകുവാൻ തുടങ്ങുമ്പോഴാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന നമ്മുടെ പഴഞ്ചൊല്ല് ചെറുപ്രായത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടത്. ഈ ഡ്രഗ്സും അതുപോലെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗം വഴി തകർന്നു പോയിട്ടുള്ള കുടുംബങ്ങൾ, തടന്നു പോയിട്ടുള്ള ജീവിതങ്ങൾ, ബ്രില്യൻ മൈൻഡ്സ് എനിക്കറിയാവുന്ന ധാരാളം പേരുണ്ട്. നേരായ രീതിയിൽ, ശരിയായ രീതിയിൽ അവരെ നമുക്ക് ചെറുപ്രായത്തിൽ തന്നെ ഓറിയൻറ്റേഷൻ കൊടുത്ത് കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം ഭരിക്കേണ്ട ഈ രാജ്യത്തിലെ പല ഇൻഡസ്ട്രികളും ഏത് മേഖലയാണേലും ശക്തമായ നേതൃത്വം കൊടുത്ത് ഭരിക്കുവാൻ പ്രാപ്തിയുള്ള പലരും ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ച കാഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് 54 വയസ്സാകുന്നു. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളുടെയൊക്കെ തലമുറ അഭിമുഖീകരിക്കുന്നതിലും വളരെ ഭീകരമായ രീതിയിൽ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇവർക്ക് നുഴഞ്ഞു കയറുവാനുള്ള, അല്ലെങ്കിൽ നുഴഞ്ഞു കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടെ ഉദ്ഘാടകൻ പ്രസംഗം പാതി വഴിയിൽ അല്ലെങ്കിൽ അവസാന സമയത്താണ് ഞാനിവിടെ വന്നത്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ലഹരിയുടെ പുറകെ അതിന് നമ്മൾ നിന്നു കൊടുക്കത്തില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിൻ്റെ പുറകെ പോകത്തില്ല എന്ന ദൃഢപ്രതിജ്ഞ നിങ്ങൾ ഈ നിമിഷം ഈ സമയം എടുക്കണം. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ ലഹരി എന്ന് പറയുന്നത് ഈ ഡോപ്പമൈൻ എന്നൊക്കെ പറഞ്ഞ പല നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന കുറേ ഹോർമോണുകളാണ് നമുക്ക് ഈ ട്രിഗർ ചെയ്യുന്നത്, പ്ലഷേഴ്സ് ട്രിഗർ ചെയ്യുന്നത്. നമ്മളൊരു വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി നിങ്ങളൊക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്യാറുണ്ടോ? എനിക്കറിയത്തില്ല, കുഞ്ഞു പിള്ളേരാണ്. ഇന്നിരുന്ന് പറയുക, ഈ ആഴ്ച, ഇന്നിപ്പോൾ എന്താ വ്യാഴാഴ്ചയാണോ, അടുത്ത ഞായറാഴ്ച ഇരുന്നൊരു പ്ലാൻ ഉണ്ടാക്കുക. ഈ ആഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അടുത്ത ശനിയാഴ്ച വരെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇത് എന്നോടൊരു ഡ്രഗ് അഡിക്ഷനിൽ ഉണ്ടായിരുന്നൊരു വ്യക്തി, ആ അഡിക്ഷനിൽ നിന്ന് വെളിയിൽ വന്ന ശേഷം ഇദ്ദേഹം ഇന്ന് നർക്കോട്ടിക്സ് അനോണിമസ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് വെളിയിൽ വന്ന ആളുകൾ, അതിൽ നിന്നും വെളിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിൽ ഇത് തുടങ്ങണമെന്ന് ഞാൻ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോടുള്ള ഒരു നർക്കോട്ടിക്സ് അനോണിമസ് ടീമിന് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. കല്യാണം കഴിച്ച് ഭാര്യയുമൊക്കെയാണ്, അവർ ഒന്നിച്ചാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ എന്നെ വന്ന് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം ഇപ്പോൾ ജീവിതത്തിൽ ലഹരി കണ്ടെത്തുന്നത് ടാർഗറ്റ് സെറ്റ് ചെയ്ത് അത് പൂർത്തീകരിക്കുമ്പോഴാണ്. എന്ന് പറയും, ഞാൻ ഈ ആഴ്ച ശനിയാഴ്ചക്കകം ഞാനൊരു ബുക്ക് വായിച്ച് തീർത്തിരിക്കും. എങ്കിൽ പാട്ട് പാടുന്ന കുട്ടികളാണ്, ഈ ശനിയാഴ്ചക്കകം ഞാൻ ബുധനാഴ്ച വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് പഠിച്ചിരിക്കും, എഴുതി വെക്കണം ഞായറാഴ്ച. അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇന്ന് അടുത്ത എക്സാമിലേക്കുള്ള മാത്സിൻ്റെ ടോപ്പിക്ക്
ഞാൻ ഈ വ്യാഴാഴ്ചക്കകം തീർത്തിരിക്കും. ടാർഗറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അത് തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്, അത് ഏത് ഡ്രഗിനേക്കാളും വലുതാണെന്നാണ് ഇദ്ദേഹം എന്നോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ടാർഗറ്റ് സെറ്റ് ചെയ്ത് അത് നമ്മൾ ടിക്ക് ചെയ്ത് നമ്മളൊരു ദിവസം ആഴ്ചയിലങ്ങ് എഴുതി വയ്ക്കുക. അപ്പോൾ ആ ആഴ്ച അവസാനം ഈ ആഴ്ച ഞാൻ എന്തൊക്കെ ചെയ്തു, ആ ഷീറ്റ് കാണുമ്പോൾ ഉറപ്പാണ് നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാവും. ടാർഗറ്റ് സെറ്റ് ചെയ്ത് പോയി അത് നിങ്ങൾക്ക് ഞാൻ ഡ്രഗ്സിനെതിരെ എന്നല്ല, ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധനവ് ഉണ്ടാക്കുവാനുള്ള ഒരു കാര്യമാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുക. നമ്മൾ കമ്പനികളിലൊക്കെ പോകുമ്പോൾ, ഞാനൊരു IT മേഖലയിൽ ദീർഘനാൾ ജോലി ചെയ്ത, ഇന്ത്യയിലും വിദേശത്തും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇതുണ്ട്, എല്ലാ ആഴ്ചയും ടൈം ഷീറ്റ് ഫില്ല് ചെയ്യണം. ഓരോ മണിക്കൂറും എന്താണ് ചെയ്തതെന്ന് ഡെയിലി ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ഓരോ മണിക്കൂറും ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുമ്പോഴാണ് പല ദിവസങ്ങളായിരിക്കുന്നത്, അയ്യോ ഞാൻ ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്ന വിചാരം വരുമ്പോൾ നമ്മൾ വീണ്ടും ചെയ്യാനുള്ള പ്രചോദനമുണ്ടാവും. അപ്പം നമ്മുടെ ടാസ്കുകൾ ഓരോ ചെറിയ ടാസ്കുകളായിട്ട് സെറ്റ് ചെയ്ത് അത് എഴുതി വെച്ച് ആഴ്ചയുടെ അവസാനം ഞാൻ ഇതിൽ എന്തൊക്കെ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഡ്രഗ്സിൻ്റെ പുറകെയും ഇതിൻ്റെ പുറകെ ഒന്നും പോകാനുള്ളൊരു സമയം നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ആ ടാസ്ക് അച്ചീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ത്രില്ലുണ്ട്. അത് നിങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ചെയ്യണം, ഫിസിക്കൽ ഫിറ്റ്നസ്. നിങ്ങളൊക്കെ ഹൈ എനർജി കിഡ്സാണ്. നിങ്ങളിതിനകത്ത് ജെൻസിയൊക്കെ കഴിഞ്ഞു. നിങ്ങളത് ജെൻ ആൽഫയാണോ? അതാണ് ജെൻസി ആണോ? ജെൻസി എന്ന് പറയുന്നത് ഏത് വർഷം വരെയാണ്? അതിനൊക്കെ എന്തോ കണക്കുകളൊക്കെ ഉണ്ട്. നമ്മളിത് ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കിയതാണ്. മുഖ്യമന്ത്രിയുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ നമ്മുടെ ജെൻസി കിഡ്സ് ഉണ്ട്, ജെൻ ആൽഫയുണ്ട്. ഈ കുട്ടികളൊക്കെ, ഞാനൊക്കെ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ എൻജിനീയറിങ്ങിൻ്റെ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ്. കമ്പ്യൂട്ടർ ലാബിലാണ് ആദ്യമായിട്ട്. അന്ന് അവിടെ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പൊന്നുമില്ല, ഒരു മോണിറ്റർ മാത്രമേ ഉള്ളൂ, ഒരു സെർവർ എവിടെ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് അന്ന് നിങ്ങൾ കാണുന്ന വിൻഡോസും ഒന്നും ഇല്ല അന്ന്. ചുമ്മാ ഒരു കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറയും. ഇപ്പം നിങ്ങൾ ചുമ്മാ കമ്പ്യൂട്ടറിൽ പോയിട്ട് താഴെ ടാസ്ക് പോയി CMD എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോംപ്റ്റ് വരും, കമാൻഡ് പ്രോംപ്റ്റ്. അന്ന് കമ്പ്യൂട്ടർ അത് മാത്രമേ ഉള്ളൂ. അന്നാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ഓൺ ആക്കുന്നത്. തൊടാൻ പേടിയായിരുന്നു. അതായത് എനിക്കെന്നാൽ അപ്പം 18-19 വയസ്സിലാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കാണുന്നത്. അതിനുശേഷം എനിക്ക് IT മേഖലയിൽ ജോലി കിട്ടി. IT മേഖലയിൽ ജോലി കിട്ടുമ്പോൾ അന്ന് ജാവ ഒക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ജാവയുടെ സ്പെല്ലിങ് പോലും അറിയാൻ പറ്റായിരുന്നു. C++ഉം അതുപോലെ തന്നെ ഒറാക്കിൾ എന്നൊക്കെ അന്ന്. ഇപ്പം ഒത്തിരി പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വന്നു. നിങ്ങളൊക്കെ പിള്ളേരെല്ലാം ഈ പ്രായത്തിൽ തന്നെ പൈത്തണൊക്കെ അല്ലേ, നിങ്ങൾക്കില്ലേ പൈത്തണില്ലേ സ്കൂളിൽ? അതൊക്കെ ചെയ്യുന്ന പിള്ളേരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത്, ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ മാസത്തിൽ ഒരു തവണ കഴിച്ചാൽ ഭയങ്കര ത്രില്ലാണ്. ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ എവിടെയെങ്കിലും തൊടുപുഴയിലോ എവിടെയെങ്കിലും എറണാകുളത്തൊക്കെ പോകുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായിരുന്നു. ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് അന്ന് ഭയങ്കര കാര്യമാണ്. കാരണം അന്ന് TV ഒന്നുമില്ല. TV ഇറങ്ങി നമ്മുടെ ഒളിമ്പിക്സ് വന്നപ്പോഴാണ്, ഏഷ്യാഡ് വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ദൂരദർശൻ ആദ്യമായിട്ട് TV വരുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കൃഷി ദർശൻ എന്ന് പറഞ്ഞ പരിപാടി, ഇത്രയും ബോറൊരു പരിപാടി ആ കാലഘട്ടത്തിലില്ലായിരുന്നു. എന്നാലും കുത്തിയിരുന്ന് TV കാണും, കൃഷി ദർശൻ കാണും എല്ലാവരും. അന്ന് ആകെ ഒരു ചാനലുണ്ട് ദൂരദർശൻ, എന്ത് നമ്മളൊക്കെ അയക്കുന്നു അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ ഒരു വട്ടം കറങ്ങി ഇങ്ങനെ വരും, വലിയൊരു ശോക മ്യൂസിക്കോടെ ഇങ്ങനെ വരും, ഇങ്ങനെ കറങ്ങി വരും. അത് കണ്ടാൽ തന്നെ ആളുകളുടെ തല കറക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി 10:15 ട്രാൻസ്മിഷൻ നിന്ന് പോകും. അന്ന് ഓർക്കുന്നുണ്ട്, ചിത്രഹാർ എന്നൊക്കെ പറഞ്ഞ് സിനിമാ പാട്ടുകളുടെ, ഹിന്ദി പാട്ടുകളുടെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. അന്ന് TV എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും ഈ പഠിത്തത്തിനിടയ്ക്ക് ഒരു അരമണിക്കൂർ ചിത്രഹാർ കാണാൻ സമ്മതിക്കും. കുറേ സീരിയലൊക്കെ ഉണ്ട്, പേരൊക്കെ മറന്നു, ബുനിയാദോ ഏതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുട്ടികൾ പിറന്നു വീഴുമ്പോഴേ സൈഡിൽ നിൽക്കുന്ന നേഴ്സിൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് പാസ്വേഡ് അൺലോക്ക് ചെയ്യാൻ പഠിച്ചുകൊണ്ടാണ് കുട്ടികൾ ഇന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു വീഴുന്നത്. ഒരു 3 വയസ്സുള്ള കൊച്ചിനെടുത്ത് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഈസി ആയിട്ട് അതിൻ്റെ പാസ്വേഡ് ക്രാക്ക് ചെയ്യും. എൻ്റെ പിള്ളേർക്ക് എല്ലാവരും എൻ്റെ ഫോണിൻ്റെ എല്ലാത്തിൻ്റെ പാസ്വേഡ് അറിയാം. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പം അമ്മരൊക്കെ പ്രായമായി, ഫിംഗർ സ്കാനും ഒക്കെ പിള്ളേർക്ക് എല്ലാം അറിയാം. നിങ്ങളൊരു വലിയ വിജ്ഞാനത്തിൻ്റെ ഒരു ഡിജിറ്റൽ എക്സ്പ്ലോഷനുള്ള ഒരു സമൂഹത്തിലേക്കാണ് നിങ്ങളൊക്കെ പിറന്നു വീഴും. ഞങ്ങളൊക്കെ നിങ്ങളുടെ പ്രായത്തിൽ അറിയാവുന്നതിൻ്റെ ഒരു 100 ഇരട്ടി കാര്യങ്ങൾക്ക് നിങ്ങൾക്കറിയാം.
നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്താണെന്നറിയാം, AI എന്താണെന്നറിയാം. AI എന്നൊന്നും അന്നത്തെ ആരും കേട്ടിട്ട് പോലുമില്ല. അന്നൊക്കെ മൊബൈൽ ഫോൺ എന്നൊരു സാധനത്തിൽ കൂടെ നമുക്ക് വീഡിയോയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ ആളുകൾ അവന് പ്രാന്താന്ന് പറഞ്ഞ് ചിലപ്പം നമ്മളെ കളിയാക്കി ചിരിക്കുമായിരുന്നു. ഇന്ന് ടെക്നോളജി എക്സ്പ്ലോഷനാണ്. ഓരോ ദിവസവും ക്വാണ്ടം ജമ്പുകളാണ്. ക്വാണ്ടം ജമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിനേക്കാളും ഭയങ്കര എക്സ്പ്ലോഷനാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് നമ്മളിങ്ങനെ ഒരു യാന്ത്രികമായി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന AI വന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തൊഴിലുകളൊക്കെ നഷ്ടപ്പെടാൻ പോകുന്ന പറയണേ. കാരണം ഞാനൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട സമയത്ത് ഒരാഴ്ച കൊണ്ട് ഞാൻ എഴുതിയിരുന്ന ഒരു PL SQL അല്ലെങ്കിൽ ഒരു ജാവ പ്രോഗ്രാം ശരിയായ രീതിയിൽ AI ഏതെങ്കിലും ടൂളിൽ പ്രോംപ്റ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരാഴ്ചത്തെ പണി മുഴുവൻ AI ചെയ്തു തരും. അതൊന്ന് ഫൈൻ ട്യൂൺ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് തന്നെ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങൾ കൂട്ടാനുള്ളൊരു സാധ്യതയാണ്. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ഡ്രഗ് മാഫിയ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പിടിമുറുക്കിയിരിക്കുന്നത്. വീടുകളിൽ സമാധാനമില്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ കൂട്ടുകാരില്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പിരിമുറുക്കത്തിൽ പോകുന്ന ആളുകൾ, സുഹൃത്ത് ബന്ധമില്ലാത്തവരെ തേടി പിടിച്ച് പോയി കമ്പനി അടിച്ചിട്ട് ആദ്യമേ ഒരു ബൈക്ക് കൊടുക്കും, അല്ലെങ്കിൽ ബൈക്കിൻ്റെ പുറകെ കയറ്റിക്കൊണ്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ ഒരു ഡ്രഗ് കലർത്തി ഒരു ടോഫി കൊടുക്കും, അതുകൂടെ അതിനെ അഡിക്റ്റഡ് ആക്കും. അപ്പോൾ നമ്മൾ നല്ല സുഹൃത്ത് ബന്ധങ്ങളും നമ്മൾ നല്ല ബന്ധങ്ങളും നമ്മുടെ കൂടെ പഠിക്കുന്നവരും മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് പറയുന്നത്. നമുക്ക് സഹവർത്തിത്വം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ പ്രായത്തിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന വികസിപ്പിച്ചെടുക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ അത് നിങ്ങളുടെ അജീവാനന്ദം നിലനിൽക്കുന്ന ബന്ധങ്ങളാണ്. നല്ല സുഹൃത്തുക്കളും നല്ല മിണ്ടാനുള്ള ആളുകളുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നിലും പെട്ടുപോകത്തില്ല. അപ്പം നിങ്ങളുടെ സുവർണ കാലഘട്ടമാണ്. പല കുട്ടികളും ഉറക്കം തൂങ്ങുന്നുണ്ട്. രാത്രി എല്ലാവരൊക്കെ ഫുട്ബോൾ കണ്ടായിരുന്നോ ആരെങ്കിലുമൊക്കെ? ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് അത് സർക്കാർ എവിടെയെങ്കിലും മീറ്റിംഗ് വിളിച്ച് കൂട്ടി നടത്തുന്ന പോരാട്ടമാണ്. അത് നമ്മുടെ ജീവിത ശൈലിയാക്കണം, സമൂഹത്തിൻ്റെ ഭാഗമാക്കണം, സോഷ്യൽ അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ജനം TV ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിൽ ഞാൻ അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാണ്. അതുപോലെ തന്നെ മുക്തി എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ, നമ്മൾ പലപ്പോഴും ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ നമ്മൾ മറ്റൊരു കണ്ണിൽ കൂടെയാണ് കാണുന്നത്. അവൻ മുക്തി നേടി തിരിച്ചു വന്നാലും അവരെ അക്കോമഡേറ്റ് ചെയ്യുവാൻ നമ്മുടെ സമൂഹം ഇപ്പോഴും തയ്യാറല്ല. അങ്ങനെ വരുന്നവരുടെ വിൽ പവർ, നമ്മൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന് സംഭവമുണ്ട്. ആൽക്കഹോളിനേക്കാളും ഭയങ്കര തീവ്രമാണ് ഡ്രഗ്സിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അഡിക്റ്റഡായി പോകുന്ന ഡ്രഗ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് വിൽ പവറും മെൻ്റൽ പവറും ഉള്ള ആളുകളാണ് ഇതിൽ നിന്ന് തിരിച്ചു വരുന്നത്. അവരെയും റീഹാബിലിറ്റേഷൻ, പോസ്റ്റ് ഡി അഡിക്ഷൻ ഒരു ഫേസ് ഉണ്ട്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പദ്ധതികളും നമ്മൾ സമൂഹമായിട്ട് ആലോചിക്കണം. ഇതിനുള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഡ്രഗ് അഡിക്ഷനെ ഇന്ന് ഈ ഡ്രഗ്സ് മുഴുവൻ വിറ്റഴിക്കുന്നത് ഇതിൻ്റെ അഡിക്റ്റഡ് ആയിട്ടുള്ള അത് ഉപയോഗിക്കുന്നവർ തന്നെയാണ്. കാരണം അവർക്ക് അത് ഉപയോഗിക്കാനുള്ള പൈസ കിട്ടണമെങ്കിൽ നീ പോയി കുറച്ച് ഡ്രഗ്സ് വിറ്റിട്ട് വരാൻ പറയും ഇത് കൊടുക്കുന്നവർ. അതിൽ നിന്നുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പലരും ഇന്ന് ഇതിൻ്റെ വിപണനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് അടുത്ത ഘട്ടമെന്ന് പറയുന്നത്. അവർ ഈ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടരുന്നിടത്തോളം കാലം ഏതെങ്കിലും രീതിയിൽ അവർ ഇതിനുള്ള വിപണനത്തിൻ്റെ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും അവെയർ ആയിരിക്കണം. നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് കളിക്കുക. ഫിസിക്കൽ ഫിറ്റ്നസ് അതാണ് ഏറ്റവും വലിയ നിങ്ങളുടെ എനർജി ഡ്രെയിനാണത്. നിങ്ങളെല്ലാം ഹൈ എനർജി കിഡ്സാണ്. നിങ്ങൾ ജെൻസിയും ജെൻ ആൽഫ കിഡ്സാണ്. ഹൈ എനർജി കിഡ്സാണ്, ഹെവിലി എക്സ്പോസ്ഡ് ആണ് നിങ്ങളുടെ എല്ലാ ടെക്നോളജിയൊക്കെ ആയിട്ട്. അതിനൊരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെ വേണം. നമ്മുടെ കാലറി കുറച്ച് ബേൺ ചെയ്താലേ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന എനർജി പുറത്തേക്ക് വരുള്ളൂ. അപ്പം നല്ല രീതിയിൽ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ്, അത് ഏത് കളിയോ ആയിക്കോട്ടെ കളിക്കണം, ടീമായിട്ട് കളിക്കണം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കണം. എന്തെങ്കിലും ഈ പറയുന്ന പോലെ പരിചയമില്ലാത്തവർ ആര് വന്നിട്ടും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. നല്ലതാണെന്ന് പറയുമ്പോൾ നോ പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം, ആ നോ പറയാനുള്ള ആർജവമുണ്ടാകണം, ധൈര്യമുണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബോധവൽക്കരണ പരിപാടി എന്ന് പറയുന്നത് ഇത് ഒരു ദിവസം കൊണ്ടും തീരേണ്ടതല്ല. ഇത് വർഷം 365 ദിവസവും വേണ്ട ഒരു അവബോധമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനം TV ഒരിക്കൽ കൂടി
ഒരുമിക്കാം നമുക്ക് നമ്മുടെ മക്കൾക്കായി സീസൺ 3 സേ നോ ടു ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിൻ. എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ വിജയങ്ങളും നേരുന്നു. വളർന്നു വരുന്ന നിങ്ങൾ പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള, എത്തിക്സുള്ള, പ്രിൻസിപ്പിൾസുള്ള, മനസ്സാക്ഷിയുള്ള, എമ്പതിയുള്ള, കാര്യപ്രാപ്തിയുള്ള ഒരു പുതുതലമുറയായി നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിലും സമൂഹ നിർമ്മാണത്തിലും കാതലായ നല്ല വലിയ വലിയ സംഭാവനകൾ നൽകുന്ന ഒരു ബ്രില്യൻ്റ് തലമുറയായി നിങ്ങൾ വളർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന അനുഗ്രഹീത ഒരു തലമുറയായി നിങ്ങൾ വളർന്നു വരട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.